മലമേലെ തിരിവെച്ച് പെരിയാറിന് തളയിട്ട്. അപ്പോൾ പെരിയാറ് ഒരു തള പോലെയാണ് ഇട്ടിരിക്കുന്നത് ഇടുക്കിയിൽ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനാണ്. അതൊരു ഉപഗ്രഹ വീക്ഷണമാണ്. അതെ, ഡ്രോണിൽ പോയിട്ട് സാർ എഴുതിയതാണ്. തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ, വെള്ളിക്കുലിസിന്മേൽ ചുറ്റിപ്പിടിക്കല്ലേ തൊട്ടാവാടി തയ്യേ എന്ന് പറയുന്നതിനകത്ത്. പക്ഷെ അതിന് അത്തരം ഒരു അർത്ഥം ഉണ്ടോ? ഒരു ഗണിത പ്രശ്നമൊന്നുമല്ലല്ലോ അത്. ഒരുപക്ഷെ എഴുതിയ ആളെക്കാളും കൂടുതൽ കാവ്യ അനുശീലനവും അത്തരം ഭാവനയുള്ള ആളായിരിക്കും ചിലപ്പോൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആൾ. ഈ പഴയൊരു ധനുമാസരാവിൻ മതസുഗന്ധമോ, അത് ശരിക്കും മതസുഗന്ധം എന്ന് പറയുന്ന ആ പെണ്ണിന്റെ മണമല്ലേ? പാലപ്പൂക്കൾ വിട്ടിരുന്നൊരു ധനുമാസ നിലാവില് പാലപ്പൂക്കളുടെ മണം ഭയങ്കര മതിപ്പിക്കുന്നത്. അത് പെണ്ണിന്റെ മണമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഡെലിബറേറ്റ്ലി അല്ല, അത് നാച്ചുറൽ ആയിട്ട് വരുന്ന സംഭവമാണ്. ഇപ്പൊ ഈ പാട്ടിൽ തന്നെ മേഘങ്ങൾ നിറമുസല്ലകൾ നീർത്തി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. മുസല്ലകൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പായാണ്. അപ്പം ആകാശത്തെ മേഘങ്ങളെ ഈ മുസല്ലയായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അറബിക്കഥകൾ വായിച്ചതിന്റെ ഒരു ഇൻസ്പിറേഷൻ പരവതാനി നമ്മൾ വായിച്ചിട്ടുള്ള. അല്ല, ആ ഗോപി സുന്ദർ തന്നിട്ടുള്ള ഒരു ട്യൂൺ തരുമ്പോഴേ അല്ല ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അതത്ര എളുപ്പമല്ല. അത് കുട്ടിയായിട്ട് പോയി നിന്ന് നോക്കി നിന്നു, കാത്തു നിന്നു, മന്ദാര പൂ വിരിയണത് എപ്പോഴാണെന്ന് എങ്ങനെയാണെന്നും നോക്കി നിന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ള കാര്യമാണ്. സയൻസിന്റെ ഒക്കെ ഭാഷയിൽ വേറെ ആയിരിക്കാം. എങ്ങനെയാണ് ഒരു പൂ ഇങ്ങനെ വിടർന്നു വരുന്നത് നമുക്ക് കാണാം. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സന്ധ്യയ്ക്ക് ഒരു മൊട്ടായിരിക്കും, രാവിലെ അത് വിടർന്നിട്ടുണ്ടാവും. ഈ പ്രണയം എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെ എവിടെ ഏത് നിമിഷത്തിൽ സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നല്ല പ്രമേയമാണ് അത്. എൻ്റെ ശക്തമായ പ്രമേയമാണ്. മുസ്ലിം സമുദായത്തിലെ ഇപ്പം നമ്മൾ തലാഖ് എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ കേട്ടുള്ളൂ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ആണുങ്ങളെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഫസഖ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും. അതല്ല ഉപയോഗിക്കപ്പെടാറില്ല. അഞ്ചാം വേദം എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് റഫീഖ് അഹമ്മദ് സാറുണ്ട്, അതേപോലെ മ്യൂസിക് ഡയറക്ടർ ജോജി ഉണ്ട്, ഗിറ്റാറിസ്റ്റ് ജോണ് നമുക്കൊപ്പം ഉണ്ട്. ഈ വാതിലിൽ മുട്ടി വിളിച്ച് തുറപ്പിച്ചു അല്ലേ ഒരു പാട്ട്. 3 പാട്ടുകളുണ്ട് സിനിമയിൽ. ആ 3 പാട്ട് നന്നായി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പാട്ട് ചിത്ര ചേച്ചി പാടിയ പാട്ട് ഞാൻ കേട്ടായിരുന്നു. ആ പാട്ടൊക്കെ പാടേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ വാതിൽ മുട്ടി വിളിച്ചതുമായി ബന്ധപ്പെട്ട് ആ വാതിലിൽ എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗോപി സുന്ദറിൻ്റെ. നമുക്ക് അതൊന്ന് ജോജി ഒന്ന് ചൊല്ലി അല്ലെങ്കിൽ പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരത്തേനൂറിടും നിശലായി ഞാൻ. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരത്തേനൂറിടും നിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ ചേന്നു, ചെഞ്ചുണ്ടിൽ ചേന്നു. കാണാൻ ഓരോ വഴി തേടി കാണും നേരം മിഴിമൂടി, ഓമലേ നിന്നീലയോ നാണമായി വഴുതീലയോ. പുന്നാരം ചൊരിയുമളവിലവളിളകി മറിയുമൊരു കടലായി, കിന്നാരം പറയുമഴകിലവളിടറിയിടരുമൊരു മഴയായി. കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരുകിതരുമയുമായി. ചെഞ്ചുണ്ടിൽ ചേർന്നു, ചെഞ്ചുണ്ടിൽ ചേർന്നു. ചിലപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിനകത്തൊരു താളം ഉണ്ടാവും. ട്യൂണ് കിട്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എങ്കിലും ഇത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ചെഞ്ചുണ്ടിലൊക്കെ എങ്ങനെ കൃത്യമായി ചേരുമെന്നുള്ളത് ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്തതിന് ശേഷം പാടി കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഒരു ആസ്വാദനത്തിൻ്റെ 2ാം തലമാണ്. ഒരുപക്ഷെ ആദ്യം നമ്മൾ ആ പാട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും. പിന്നെ ഇത് ആൾക്കാർ കേട്ടിട്ട് തിരിച്ചു നമുക്ക് പാടി കേൾപ്പിക്കുമ്പോൾ, ഇപ്പോൾ ജോജി മുമ്പിലിരുന്ന് പാടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. സാർ, ഇപ്പോൾ 5ാം വേദത്തിലേക്ക് ജോജി എങ്ങനെയാണ് എത്തിയെന്നുള്ളത് ജോജി ആദ്യം പറഞ്ഞു തുടങ്ങും. 5ാം വേദം എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു റഫീഖ് സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കണം എന്നുള്ളതാണോ. അതിൽ മുട്ടിയില്ല, ആദ്യമായിട്ട് അതെ അപ്പം തന്നെ തുറന്നു. അപ്പം മുജീബ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ടർ നമ്മുടെ സിനിമയുടെ. അപ്പം ആളോട് സംസാരിച്ചു. അപ്പം ഞങ്ങൾ സംസാരിച്ചു. റഫീഖ് സാർ വളരെ സന്തോഷത്തോടു കൂടി എഴുതരാൻ സമ്മതിച്ചു.
പിന്നെ ഞങ്ങൾ കുറച്ച് നാളുകൾ എടുത്തിട്ടാണ് നമ്മൾ കുറേയൊക്കെ ബുദ്ധിമുട്ടിച്ചു. അത് സാറ് പറയും. അല്ല സാറ് ഏറ്റവും നല്ല വരികളാണ് എഴുതുന്നത്. ആ. കുറേ വരികൾ എഴുതുന്നുണ്ട് ശരിക്കും അല്ലേ? സാറേ അപ്പൊ അത് ഇമ്പോസിഷൻ ആണ് സാറേ. അല്ല ഇമ്പോസിഷൻ അല്ല സാർ ഓരോ പ്രാവശ്യം ആദ്യം കാരണം പിന്നെ ആദ്യം ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. ഒരു സ്റ്റാർട്ടിങ് ഒരു ഭക്തിയും പിന്നീട് പ്രകൃതിയും, അങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റാൻസും തേർഡ് സ്റ്റാൻസും പ്രകൃതി വർണ്ണിക്കുന്ന അങ്ങനെ രീതിയിലായിരുന്നു. പക്ഷേ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷനിൽ സാർ ആദ്യം വിചാരിച്ചിരുന്നത് ഫുള്ള് ഭക്തി എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഭക്തിക്ക് വേണ്ട ഒരു പാട്ട് മുഴുവൻ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറേ നല്ല എല്ലാം കൂടി അതിൻ്റെ ഒരു എസെൻസ് ആക്കി പല്ലവിയിലേക്ക് അല്ല സാർ അങ്ങനെ എടുത്ത് മാറ്റി സ്വാതന്ത്ര്യം. അല്ലല്ല സാറിനോട് ചോദിച്ചു തന്നെ ചെയ്തതല്ല. എന്നിട്ട് പിന്നെ ബാക്കി എഴുതിപ്പിച്ചു. അതെങ്ങനെ ട്രിക്കി ആയിട്ട് എഴുതിപ്പിച്ച എങ്ങനെയാ? അല്ല സാറിനോട് പിന്നെ ഡയറക്ടർ ആദ്യം എഴുതി കഴിഞ്ഞ പിന്നെ ഡയറക്ടർ വിളിച്ച് പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, പിന്നെ പ്രകൃതിയുടെ വർണ്ണനയാണ് സെക്കൻഡ് സ്റ്റാൻസ് ആൻഡ് തേർഡ് സ്റ്റാൻസ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പിന്നെ രണ്ടാമത് വീണ്ടും പ്രകൃതി വർണ്ണനയായിട്ടാണ് സെക്കൻഡ് സ്റ്റാൻസും തേർഡ് സ്റ്റാൻസും. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെയും സൗരദീപ്തികൾ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ പുതുമയുള്ള വാക്കുകളാണ് സിനിമയിൽ പാട്ടുകളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വാക്കുകളൊക്കെ കിട്ടി. അതെ അതെ സാർ ഇപ്പോൾ എടുത്ത് ഈ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ 2-3 പ്രാവശ്യം പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു ഇത് കുറച്ചുകൂടെ ഒരു കാവ്യാത്മകമായി ചെയ്യണമെന്ന് സാർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പാട്ടെഴുത്ത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ചെറിയ ക്ലാഷ് ഉണ്ടായി. അപ്പോഴാണ് സാർ മനസ്സിലാക്കുന്നത് വേറൊരു ജോണറാണ്, ഇതൊരു വേറൊരു കലയാണെന്നുള്ളത്. ഇപ്പോൾ കുറേ കൂടെയൊക്കെ മോൾഡായില്ലേ, നമ്മൾ അതിന് പറ്റുന്ന ഒരാളായി മാറിയില്ലേ? അല്ല അതിൽ തുറന്ന് കാര്യങ്ങളൊക്കെ പറയാമല്ലോ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും പാട്ടിൻ്റെ ഒക്കെ ഒരു ഏർപ്പാടെന്ന് പറയുന്നത് അടുത്ത ഈ കോവിഡിന് മുമ്പ് വരെയൊക്കെ എങ്ങനെ വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പം അങ്ങനെയൊന്നും സാധിക്കാറില്ല. ഇപ്പോൾ അവർ വന്നിരുന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അതിനിടയിൽ വേറെ കുറേ കാര്യങ്ങൾ വന്നു, ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ രജിസ്റ്റർ ചെയ്തത് ഒരു ഭക്തിഗാനം എന്നുള്ള രീതിയിലായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഇവർ പറഞ്ഞത്. ഭക്തിയും പ്രകൃതിയും പിന്നെ എന്തൊക്കെയോ ഇവർക്ക് പറയാവുന്ന എല്ലാ സാധനങ്ങളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൂടി പാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ ഭക്തി ആ ഒരു സംഗതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാട്ടാണ് എഴുതിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇവർക്ക് തൃപ്തി വരുന്ന സംഗതി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യകാലത്തൊക്കെ എനിക്ക് അങ്ങനെ ചില വാശികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ എഴുതുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളല്ലല്ലോ, സിനിമ ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ കാര്യം അറിയുള്ളൂ. എന്ത് തരത്തിലുള്ള പാട്ടാണ് വേണ്ടത്, ആ സിനിമയ്ക്ക് പറ്റിയെന്നുള്ളത് അവർ പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശരി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കുറച്ച് ഇതിലേക്ക് വന്നു. എന്നാലും സംഗതിക്ക് തൃപ്തികരമായിട്ട് നേരിട്ട് കാണുന്നില്ല, അപ്പോൾ അടി കൂടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറയാൻ മറന്ന പരിഭവങ്ങൾക്കും അതിനുശേഷം കമൽ സാറിന്റെ പെരുമഴക്കാലം എഴുതുന്ന സമയത്തും ഒക്കെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ കമൽ സാർ പറഞ്ഞു ഇത് ഇത്തരത്തിലുള്ള ഒരു മഹാകാവ്യം അല്ല നമുക്ക് വേണ്ടതെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു. മറ്റെവിടെ സാറ് കുറച്ചുകൂടെ, റഫീഖ് സാറ് കുറച്ചുകൂടെ ബലം പിടിച്ചു, എൻ്റെ കവിത വേണം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇപ്പോൾ നമുക്കത് മനസ്സിലായി കുറച്ചുകൂടെ ഇത് വേറൊരു രൂപമാണ്. അതെങ്ങനെയാണ്? അല്ല അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനൊക്കെ ഈ കവിത എഴുതിയിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്. ഞാനിങ്ങനെ സിനിമാ പാട്ടിൽ തന്നെ സിനിമാ പാട്ടിൻ്റെ ലോകത്തേക്ക് വരുന്നുള്ളത് അങ്ങനെ അല്ല അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചതോ വിചാരിച്ചതോ അല്ലല്ലോ. അപ്പൊ എൻ്റെ രീതി കവിത എഴുതുന്ന ആൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. കാരണം അത് ഞാൻ അതിൽ വേറൊരാൾക്കും പത്രാധിപര് പോലും തൊടാൻ നമുക്ക് ഇഷ്ടമല്ല. അത് ഒരു വാക്കുപോലും മാറ്റാൻ പറ്റില്ല. പക്ഷെ പാട്ടിന്റെ ലോകം വേറെയാണ്. പാട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളുടെ മാത്രം സംഭവം ഒന്നല്ല, അതൊരു കൂട്ടായിട്ടുള്ള സംഗതി തന്നെയാണ്. അതിൻ്റെ ഐഡിയാസ് പലതും പുറമേ നിന്ന് വരും, ട്യൂൺ വരുമ്പോൾ പാട്ട് ആകെപ്പാടെ മാറും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വിനയത്തോടു കൂടി അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റേതെന്ന് വെച്ചാൽ അത് വേറെ ഒരാൾക്ക് തൊടാൻ സമ്മതിക്കില്ല. അത് നമ്മുടെ ആത്മാവിഷ്കാരം, അതിന്റെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇതങ്ങനെ പറ്റില്ല. കാരണം ഇത് പിന്നെ എത്ര ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാട്ടില്ല, ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വരി എഴുതുന്നു, അതിന് സംഗീതം കൊടുക്കുമ്പോൾ പാട്ട് തന്നെ വേറെ ഒന്നായിട്ട് മാറുന്നു. പിന്നെ അതിലേക്ക് കോൺട്രിബ്യൂഷൻസ് ഡയറക്ടർ ഭാഗത്ത് ചില നിർദ്ദേശങ്ങളുണ്ടാവും, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പാട്ട് എഴുതാൻ പറ്റുള്ളൂ. അതൊരു അസ്വാതന്ത്ര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ക്രിയേറ്റീവായി മാറുന്നത്. അത് കൂട്ടായ ഒരു തീർച്ചയായിട്ടും പരിശ്രമമാണ്. 5-ാം വയതിലെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. സാർ എഴുതിയ പാട്ട് തന്നെ പാടി തുടങ്ങി. സ്വലാത്തുള്ള സലാമുള്ള മീനാരം കൺ തുറന്നു സുബഹി ബാങ്കൊലിയാ. സ്വലാത്തുള്ള സലാമുള്ള വിഭാതം നിന്നെ എഴുതി സൗരദീപ്തികളാ. പതുക്കെ കൂരിരുളിൻ കൂടൊഴിഞ്ഞും കുളിരകന്നും
കിഴക്കേ ദിക്കിലാളും പുതുവെളിച്ചം ചിറകടിച്ചും ദിനത്തിൻ പിറവിയായി പ്രകൃതിയാകെ പുതിയതായി തുറക്കാം നേരിലേക്കായി മാനസത്തിൻ ജാലകങ്ങൾ. ഇലാഹിൽ മുഖമുയർത്തും മല ജപമണികളെണ്ണുമി പുഴ സജലമി താഴ്വര പൂവാക ജ്വാല ചിന്നും വാനം കോടക്കാറിറങ്ങും ലയം കാറ്റൊഴുകുന്നിതാ ഇതളരികിൽ മഞ്ഞിൻ നൃത്തം പ്രിയതരമ പൂവിൻ ഗന്ധം ഈ ജീവിത ഗാനധാരയിലാഴ്വതിൽ പരമെന്തു ധന്യതയോ സ്വലാത്തുള്ള സലാമുള്ള വിഭാതം കൺതുറന്നു സൗരദീപ്തികളാൽ. അതിലെല്ലാം വന്നില്ലേ? അതെ അതെ ഭക്തി വന്നു, പ്രകൃതി വന്നു. പ്രകൃതി വന്നു. സൗരദീപ്തി എന്ന് പറയുന്നത് നല്ല വാക്കാണ്. അതേപോലെ സാറിന്റെ സ്ഥിരം പ്രയോഗമായിട്ടുള്ള സജല അതുകൊണ്ട് വന്നിട്ടുണ്ട്. സജല ഒരു 2-3 പാട്ടുകളിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില മോട്ടീവ്സ് ഉണ്ട്, ചില കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ആവർത്തിച്ച് വരും. നമ്മളെ ബോധപൂർവ്വം വരുന്നതല്ല, അതങ്ങനെ. പക്ഷേ ഈ ഞാൻ മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഈ പ്രകൃതിയെ കുറിച്ചും പരിസ്ഥിതിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അവബോധം പാട്ടുകളിൽ ഉണ്ട്. അത് അറിയാതെ തന്നെ സാർ അങ്ങനെ ഒരു വന്നു പോകുന്ന ചില സംഗതികളാണ്. വെറും നിലാവും കിനാവും ഒക്കെ എഴുതാതെ കുറച്ചുകൂടെ അതിനൊരു അർത്ഥം വരുത്തുന്ന ഒരു എഴുത്തുണ്ട്. അല്ല, ഈ ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഒരു പ്രത്യേക സവിശേഷമായിട്ട് സിനിമയാണിത്, നല്ല പ്രമേയൊക്കെയാണ്. ആത്മീയത എന്ന് പറയുന്നതിന് ഒരു അത് വേണമെങ്കിൽ മതമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ശരിക്കും ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനുണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഗാഢമായ ബന്ധമാണത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഈ സലാത്തുള്ള എന്നൊക്കെ പറയുന്നവർ വേറെ വാക്ക് വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിലൊന്നും വലിയ പ്രസക്തിയില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ലയം, അതിൻ്റെ ഒരു ആനന്ദം, മനുഷ്യജീവിതം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ളത്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പോൾ മക്കാ മദീനയിൽ എത്തുവാനല്ലാതെ തുച്ഛം ഈ ജന്മത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴും സാറിൻ്റെ ഒരു പാട്ടിനെ ചിലപ്പോൾ ഒരു അനുവാചകർ വായിക്കാൻ സാധ്യതയുള്ള, എന്നെ പോലെയുള്ള അനുവാചകർ വായിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ വെള്ളിക്കുലിപ്പിടിക്കല്ലേ തൊട്ടാവാടി തയ്യേ എന്ന് പറയുന്നതിനകത്ത് ഈ തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ബോംബെയിലെ ഉയരെ എന്ന് പറയുന്ന സോങ്ങിനകത്ത് മണിരത്നം ചിത്രീകരിച്ചിട്ടുണ്ട്. അവള് ഇങ്ങനെ അവളുടെ വേഷവിധാനങ്ങളുമായിട്ട് വരുമ്പോൾ ഒരു കൊളുത്തിൽ കയറിയിട്ട് പിടിക്കുകയും അവൾ അതിനെ വലിച്ചു കളഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ മനസ്സിനകത്തേക്ക് വന്ന ഇമേജാണ്. പക്ഷേ സാറ് തട്ടം പിടിച്ചു വലിക്കില്ലേ എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ഒരു തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് സാർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് മറ്റൊരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അത്തരം ഒരു അർത്ഥം ഉണ്ടോ സത്യത്തിൽ? അങ്ങനെ വ്യാഖ്യാനിക്കാമോ? അല്ല, അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാമല്ലോ. അതെന്ന് വെച്ചാൽ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമാണ് അത് കവിതയായിട്ട് തീരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു സംഗതി ഇപ്പോൾ ഒരു ഗണിത പ്രശ്നമൊന്നുമല്ലല്ലോ അത്. അതെ അതെ, ചില സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്നുള്ളത് ഒരു ഗണിത വിഷയമാണ്. മറ്റേത് കവിതയിൽ അങ്ങനെയല്ല. കവിത ഒരുപക്ഷെ എഴുതിയ ആളെക്കാളും കൂടുതൽ കാവ്യ അനുശീലനവും അത്തരം ഭാവനയുള്ള ആളായിരിക്കും ചിലപ്പോൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആൾ. അയാൾക്ക് അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാവുന്ന ഒന്നാണത്. അങ്ങനെ വേണ്ടത്. അതല്ലെങ്കിൽ അതിനെ പറഞ്ഞുകൊടുത്ത് നിൽക്കുന്നത് ഒരിക്കലും കവിതയല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് കവിത എന്ന് പറയുന്നത്. കവിത കവിയുന്നതാണ് കവിത. അതെ 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 അതെ, കവിയുന്നതാണ് കവിത അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ശരിക്കും തട്ടം ചില സമയത്ത് ഒരു ബാധ്യതയാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു സാധ്യത നമുക്ക് വേണമെങ്കിൽ എഴുതിയാൾ ഉദ്ദേശിക്കാത്ത പല തലങ്ങളിലേക്കും വരാറുണ്ട്. ഇതിപ്പോൾ എന്താ കൃത്യമായിട്ടും ആ പരദേശി എന്ന് പറഞ്ഞ സിനിമയിൽ ആ പെൺകുട്ടി ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്. അവിടുത്തെ ആ പരിസരങ്ങൾ വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന അവളുടെ അതിപ്പോൾ എല്ലാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ വേറൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പോവുകയാണല്ലോ. അവിടെ എല്ലാ ഐഡൻറ്റിറ്റിയും പോയിട്ട് വേറൊരു കുടുംബത്തിൻ്റെ വേറൊരാളായിട്ട് മാറുക ചെയ്യുന്നത്. ഇത് അതുമാത്രമല്ല, ഈ സിനിമയിൽ എങ്ങനെ വെച്ചാൽ നാട് തന്നെ വിട്ടു പോവാണ്, സ്വന്തം ദേശം തന്നെ വിട്ടു പോവാണ്. അതാണ് ഒരു കുടന്ന നിലാവ് എടുത്തോട്ടെ അല്ലെങ്കിൽ വെള്ളം എടുത്തോട്ടെ എന്നൊക്കെ കുട്ടി പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ എങ്ങനെ വേണമെങ്കിലും പിന്നീട്, കാരണം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയിൽ നിന്നൊക്കെ ഈ പാട്ട് വേറിട്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റിയിൽ നിൽക്കും. അപ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് അതിനനുസരിച്ച് അതിന് വ്യാഖ്യാനിക്കാം. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചില പാട്ടുകളൊക്കെ ആവർത്തിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പോൾ മലമേലെ തിരിവെച്ച് പെരിയാറിന് തളയിട്ട്, ഇപ്പോൾ പെരിയാറ് ഒരു തള പോലെയാണ്
ഇട്ടിരിക്കുന്നത് ഇടുക്കിയിൽ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനാണ്. അതൊരു ഒരു എന്താ പറയാ ഉപഗ്രഹ വീക്ഷണമാണ്. ഡ്രോണിലൊക്കെ അതെ, ഡ്രോണിൽ പോയിട്ട് സാർ എഴുതിയതാണ്. അപ്പോൾ സാറ് ഈ ഡ്രോണിന് വേണ്ടിയിട്ട് ആ ഭൂമിശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇടുക്കിയെ കുറിച്ച് ഇനി ഇതിനേക്കാളും മനോഹരമായിട്ട് എഴുതാൻ പറ്റില്ല. അല്ല എങ്കിലും ഈ പെരിയാറിന്റെ ആക്ഷേപം ഞാൻ ഇടുക്കിയെ കണ്ടിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ അവളെക്കുറിച്ച് ഈ പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, അവൾ തൊടിയെല്ലാം നനച്ചിട്ട് വിയർപ്പെല്ലാം തുടച്ചിട്ട് ഇടുപ്പിൽ കൈ കൊടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണ് മടവാളിൻ ചുണയുള്ള പെണ്ണെന്നാണ്. ഈ മടവാൾ എന്ന് പറയുന്നത് ഒരു അത് എങ്ങനെ ഒരു വെട്ടുകത്തി എന്നൊക്കെ പറയുമല്ലോ. അത് രണ്ടുതരം പെണ്ണ് തന്നെയാണ് അതിലും. അതിപ്പോൾ ഈ പറഞ്ഞ തട്ടം പിടിച്ച് വലിക്കലെന്ന് പറയുന്ന പെൺകുട്ടിയല്ല ഇടുക്കിയിലെ പെണ്ണ്. ഇടുക്കിയെ പെണ്ണായിട്ട് സങ്കല്പിച്ച് പറയുമ്പോഴെന്താ വെച്ചാൽ അവിടെ നല്ല തൻ്റെ ഉള്ള കരുത്തുള്ള പെണ്ണ്. അതുമല്ല ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്ന സ്ത്രീകളാണ്. അതെ, അപ്പം തൊടിയെല്ലാം നനച്ചിട്ടാണെങ്കിലും പെണ്ണ് മടവാളിന്റെ ചുണയുള്ള പെണ്ണാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു താക്കീതും കൂടി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് തന്നെയാണ്. അതെ, ഒരു ശക്തിയുള്ള കവിതയാണത്. അപ്പം ഇത്തരത്തിലുള്ള ഈ പാട്ടുകളൊക്കെ എഴുതുമ്പോഴും ഈ നമ്മൾ ഈ കവിത എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് ഇതിനെ ഇപ്പോൾ ജയകുമാർ സാർ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, നല്ല കവികൾ പാട്ട് എഴുതിയാലേ നന്നാവുള്ളൂ സാറിൻ്റെ വാദമാണ്. നമുക്ക് വിയോജിക്കാം. പക്ഷേ പാട്ടെഴുത്തെന്ന് പറയുന്നത് ഒരു വേറൊരു ജോണർ തന്നെയാണ്. അതെ, അത് മ്യൂസിക്കുമായിട്ട് ചേർന്ന് നിന്ന് നമുക്ക് വാക്കുകളെ കൃത്യമായിട്ട് പിടിപ്പിച്ച് എന്നാൽ അർത്ഥം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു പരിപാടി കൂടെയാണ്. അപ്പോൾ സാർ അതിനകത്ത് ഒരു അർത്ഥം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ശ്രമം നടത്താറുണ്ടോ? അതെ, സാറിൻ്റെ ഉള്ളിൽ എൻ്റെ ശീലമാണത്. അതിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ പാട്ട് അങ്ങനെ ഒരു കവിതാത്മകം ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ പല പാട്ടുകൾ നമുക്ക് പറയാം. ഭാസ്കരൻ മാഷൻ അങ്ങനെ ആളുകളൊക്കെ എഴുതിയിട്ടുള്ള പല പാട്ടുകളുണ്ട്. ഇപ്പോൾ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു അതിൽ കവിത ഒന്നുമല്ല അത്, പക്ഷേ രസകരമായൊരു പാട്ടാണ്. ആ പാട്ടിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ ഭയങ്കര കവിത എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രാന്തമമ്പരം നിതാഘോഷമുള്ള സ്വപ്നാക്രാന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിത പാട്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്കങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കവിത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മധുരം ഉണ്ടാവും. വയലാറിൻ്റെ ഒരു പാട്ടിൽ പിന്നെ എന്താണ് പിന്നെ കാറ്റിലെ കന്മത സൗരഭം പോലെ പാട്ടിലെ കവിത പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാറ്റ് വെറുതെ ഒരു വീശിയാലും കാറ്റ് തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു സുഗന്ധം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതായിരിക്കും. അത്രയേ ഉള്ളൂ പാട്ടിൻ്റെ കാര്യത്തിൽ. പാട്ടിൽ കവിത ഉണ്ടാകുമ്പോൾ ആ സുഗന്ധമുള്ളൊരു കാറ്റ്. അല്ല, സാറിന്റെ ഏത് പാട്ടുകൾ നോക്കിയാലും അതിനകത്ത് കുറച്ച് കവിത കയറി കിടക്കും അതിനകത്ത് ശരിക്കും. അല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഭാവനയുടെ ഇതാണ് അറിഞ്ഞുകൊണ്ട് കവിതയിലെ വളരെ വർഷങ്ങളായിട്ട് കവിത വായിക്കുകയും കവിതയെക്കുറിച്ച് ചിന്തിക്കുകയും കവിതയെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതായിരിക്കും അങ്ങനെ വരുന്നതാണത്. ഡെലിബറേറ്റ്ലി അല്ല, അത് നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണ്. ഇപ്പൊ ഈ പാട്ടിൽ തന്നെ മേഘങ്ങൾ നിറമുസല്ലകൾ നീർത്തി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. മുസല്ലകൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പായാണ്. അപ്പൊ ആകാശത്തെ മേഘങ്ങളെ ഈ മുസല്ലയായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അറബിക്കഥകൾ വായിച്ചതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതെ, പരവതാനി നമ്മൾ വായിച്ചിട്ടുള്ള 1001 അറേബ്യൻ രാവുകളിലൊക്കെ അത്തരത്തിലുള്ള വിഷ്വലൈസേഷൻ ഭാവനകളുടെ ആ ഒരു അതെ. അതല്ല, സാർ എന്ന് പറയുന്ന കവിയെ നമ്മൾ മെരുക്കിയതാ. ആദ്യത്തെ പാട്ട് മുതൽ നമ്മൾ കുറച്ചൊന്ന് അരിഞ്ഞ് മീറ്ററിനനുസരിച്ച് നമ്മൾ സാറിനെ ഒതുക്കിയെടുത്തു എന്ന് വേണം. സാറ് മീറ്ററിൽ എഴുതുന്നതിൽ ശരിക്കും ഇപ്പൊ ഈ വാതിൽ നിന്നുള്ള പാട്ടാണെങ്കിൽ അതിനകത്തും ശരിക്കും ട്യൂണിനനുസരിച്ച് എഴുതാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അതുപോലെ നമ്മുടെ ചാർലി സാർ എഴുതിയ പാട്ടില്ല, അതൊരു 5/8 ശരിക്കും വന്നിട്ടുള്ള പാട്ടുകൾ താളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. ഒരു കരിമുകിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ പാട്ട് താളം ശരിക്കും 5/8 സാധാരണ നമ്മള് പാട്ട് കേൾക്കുമ്പോൾ 4/4 ആണെന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ. ഒരു പാട്ട് അറിയുന്ന ആള് കേൾക്കുമ്പോൾ പോലും ആ പാട്ട് ശരിക്കും 4/4 ആയിട്ട് കേൾക്കുള്ളൂ. പക്ഷെ 5/8 ആണ് ആ പാട്ട് പോകുന്നത്. അല്ല, ആ ഗോപി സുന്ദർ തന്നിട്ടുള്ള ഒരു ട്യൂൺ തരുമ്പോഴേ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അതത്ര എളുപ്പമല്ല. അത് ആളുകൾ ഇപ്പോൾ ഈ പാട്ടെടുത്ത് ഒരു ഈസി സംഭവം പോലെ വിചാരിക്കും. ഇത് അങ്ങനെ എഴുതി അല്ല, മനോഹരമായ ട്യൂണാണ്. ആ മനോഹരമായ ട്യൂണിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ അതിൽ വരികൾ വരുമ്പോഴല്ലേ വരുള്ളൂ. തീർച്ചയായിട്ടും അസാധ്യ പാട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന മീറ്റർ അല്ല, അത് വിചാരിക്കുന്ന പോലെ എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. എഴുതി പിടിപ്പിച്ചാൽ പാടാൻ പറ്റില്ല. പാടിയാൽ പിച്ച് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു സാധനമാണ്. ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ, വെയിലിൽ നിഴലുപോൽ മറയും മായയായി വിരലാൽ ശിലയിലും കുളിരെഴുമുറവകൾ എഴുതി
ഇതുവഴിയകലുമാരോ അവനേതോ മായാജാലം ആരോ അവനാരോ കാണും സ്വപ്നം ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ. അത് ഈ ചാർലി എന്ന് പറയുന്ന കഥാപാത്രം, ആ സിനിമയിലെ കഥാപാത്രം എസ്തപ്പാനൊക്കെ ഉണ്ടല്ലോ, അരവിന്ദന്റെ എസ്തപ്പാനൊക്കെ പോലുള്ള ഒരു കഥാപാത്രമാണ്. അയാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും, അവിടെ മുഴുവൻ സന്തോഷവും ഭയങ്കരമായിട്ടൊരു ആംബിയൻസ് ഉണ്ടാക്കും, പിന്നെ അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അയാൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരു കഥാപാത്രം. നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി എപ്പോഴും നമ്മൾ വിചാരിക്കുക പെട്ടെന്ന് അങ്ങനെ ഒരാൾ വന്നെങ്കിൽ. അപ്പോൾ അതാണ്, അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാളെ കുറിച്ചാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കരിമുകിലിന് ചിറകുകൾ നൽകിയ പിന്നെ മിന്നലെ എന്നൊക്കെ പറയുന്നത്. ഒരു മായ പോലെ അവൾക്ക് തോന്നുന്നതാണ്. പക്ഷെ അത് എഴുതി ഇതിന്റെ മീറ്ററിനുള്ളിൽ എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു, അത് നടന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നത്. എളുപ്പമുള്ള അല്ലാന്ന് എനിക്ക് തന്നെ അറിയാം, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് പറയുന്നത് വേറെ ഒരുപക്ഷെ ഇതിനേക്കാളും കുറേ കൂടിയും ആ കഥാപാത്രത്തിനെ വ്യക്തമാക്കുന്ന വരികൾ എഴുതാൻ പറ്റിയിരിക്കാം. പക്ഷെ ഇത്ര നല്ല പാട്ടായി കൊള്ളുന്നില്ല, കാരണം ഈ ട്യൂൺ അത്ര കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ എഴുതുമ്പോൾ ചില പിന്നെ വ്യവസ്ഥാപിതമായ വൃത്തങ്ങളിലൊക്കെ എല്ലാം എഴുതി കൊടുക്കുക. അപ്പോൾ അതിന് ചില പരിമിതികൾ വരും. ഇതെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ട്യൂണിനകത്ത് ഈ വരികൾ എഴുതാൻ പറ്റിയതുകൊണ്ട് അത് നന്നായി നല്ല. ഗോപി സുന്ദറിനെ തന്നെ ഒരു മെഴുതിരിയുടെ നെറുകയിലറിയാൻ പ്രണയമേ അസാധ്യമായ മെലഡിയാണ്. അതിൽ എന്താ പറയുക, അതിലാണ് ഈ രാവിൻ സജല മിടികൾ എന്ന് പറയുന്ന സാധനമുള്ളത്. ആ വരി ഒന്ന് വെച്ചല്ല അവസരം ഓർമ്മയുണ്ട്? എനിക്ക് അങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ചില പെട്ടെന്ന് പ്രത്യേകിച്ച് ക്യാമറ ഒക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരു വരി ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഗോപി സുന്ദർ ചെയ്തതിൽ എനിക്കിഷ്ടമുള്ള ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന മെലഡി, നല്ല മെലഡിയാണ്, നല്ല ഡിഫറൻ്റ് ആണ്. അതുപോലെ ആ വിഷ്വലൈസേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സിനിമകളിലേക്ക് റൊമാൻസ് ആക്ച്വലി നമ്മളെ സ്വാധീനിക്കണമെന്നില്ല, ഭംഗിയായിട്ടായിരിക്കും ചിത്രീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ റൊമാൻസ് എൻ്റെ ഉള്ളിൽ തട്ടിയെന്ന് ഞാൻ കുഞ്ചാക്കോവനോട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും നല്ല വരികളായിരുന്നു. ചിലപ്പോൾ ഏറ്റവും നല്ല പാട്ടുകൾ എടുക്കുമ്പോൾ ഈ പറയാൻ മറന്ന പരിഭവങ്ങൾ ആദ്യത്തെ പാട്ടാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഇനി മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ ആ പാട്ട് ഉണ്ടാവുന്നതിൻ്റെ പിന്നിലൊരു വലിയ ശ്രമമുണ്ട്. അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് ഉണ്ടായി വന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോൺവെർസേഷൻ കുറച്ചൊരു ബലം പിടുത്തത്തിലേക്കൊക്കെ പോകുമ്പോൾ, പക്ഷേ ഇത്ര നല്ലൊരു പാട്ടാണ് നാളെ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഒരു പക്ഷേ സാർ അന്ന് അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇതിപ്പോൾ ഇത്രയും ആഘോഷിക്കപ്പെടും, ഇന്നും ഇപ്പോൾ ആ പാട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഒരു തരത്തിലുള്ള വ്യത്യാസം, ഒരു തരിമ്പ് പോലും നമ്മളെ പ്ലേലിസ്റ്റിൽ താഴേക്ക് പോവില്ല എന്നുള്ളതാണ്. ആ പാട്ടിൻ്റെ ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കുക സാർ. സത്യത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ആശങ്കകളുണ്ടായിരുന്നു. കാരണം എനിക്ക് തീരെ പരിചിതമായിട്ടുള്ളൊരു പണിയല്ലല്ലോ അത്. ഞാൻ ഈ പാട്ടുകളൊക്കെ വളരെ കാര്യമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പാട്ടുകളൊക്കെ വരുന്നത് വേറെ ഏതോ ലോകത്തുനിന്ന് വരുന്നതാണ്. വയലാർ ദേവരാജൻ മാഷ്, പി ഭാസ്കരൻ, അവരൊക്കെ എവിടേക്കോ ഗന്ധർവ ലോകങ്ങളിൽ നിന്നുണ്ടാക്കുന്ന അങ്ങനെ കേട്ട് നമ്മൾ ഞാനായിട്ടിത് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതുന്നു. അപ്പോൾ എനിക്ക് മുഴുവൻ ആശങ്ക, പാട്ട് കേൾക്കുന്നവരെയും എന്തായി തീരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പാട്ടായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. പക്ഷേ ഈ തരത്തിലത് പിന്നീട് ആളുകൾ ഓർക്കും, 25 വർഷം കഴിഞ്ഞപ്പോൾ ഓർക്കുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതൊരു സെമി ക്ലാസിക്കൽ പോലെയൊക്കെയുള്ള സാധനം ആയതുകൊണ്ട് ഹിറ്റൊന്നും ആവില്ല പാട്ടെന്ന് എനിക്കറിയായിരുന്നു. ചിലപ്പോൾ പാട്ടിനെക്കുറിച്ചൊക്കെ കുറച്ച് ആഴത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു വ്യത്യസ്തമായ പാട്ടാണല്ലോ എന്നുള്ള രീതിയിൽ കണ്ടേക്കാം. അതിലപ്പുറം ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അതിപ്പം ഒരുപാട് പല കുട്ടികൾ പോലും അത് പാടിക്കൊണ്ടിരിക്കുന്നു. ഹരിഹരൻ സാറിന്റെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒന്നതാണ്. ഞാൻ വിചാരിച്ചേക്കാളും അപ്പുറത്തേക്ക് അത് പോയി. പഴയൊരു പിന്നെ അങ്ങനെ വലിയ ബലം പിടുത്തം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പാട്ടെഴുത്തിൻ്റെ ഒരു സംഗതി അറിയാത്തതുകൊണ്ട് ഞാൻ എഴുതിയ ചില വരികളിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരു തടസ്സം പറഞ്ഞു. അങ്ങനെയല്ല എങ്ങനെയാണ്, പിന്നെ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി അതങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അത്. ഞാൻ മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ പഴയൊരു ധനുമാസരാവിൻ മതസുഗന്ധമോ എന്നെഴുതുമ്പോൾ ആ മതം, അത് ശരിക്കും മതസുഗന്ധം എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ മണമല്ലേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ആ പെണ്ണിൻ്റെ മണവും ആവാം എന്നാണ് പറഞ്ഞത്. പാലപ്പൂക്കൾ വിട്ടിരുന്നൊരു ധനുമാസ നിലാവില് ആ പാലപ്പൂക്കളുടെ മണം ഭയങ്കര മതിപ്പിക്കുന്നത്, അത് പെണ്ണിന്റെ മണമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആവാം. അയാളുടെ ഓർമ്മകൾ അയാളുടെ ഓർമ്മയിൽ ചിലപ്പോൾ ഈ ആ രാത്രികളിൽ അതിപ്പോ അയാൾക്ക് വിട്ടുകൊടുക്കാം, ഞങ്ങൾക്ക് വിട്ടുവരും. അല്ല സാർ, ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു പക്ഷേ കവിയെ സന്തോഷിപ്പിക്കുകയല്ലേ ചെയ്യാം? അതെ, അനുവാചകൻ. കാരണം നമ്മളങ്ങനെ ചെയ്യുന്നതാണല്ലോ. ഞാൻ കവിത എഴുതുന്ന ആൾ മാത്രമല്ല, കവിത വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ 100 കൊല്ലം മുമ്പ് കുമാരനാശാൻ എഴുതിയ കവിത അന്ന് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ ഞാനിന്ന് വായിക്കുന്നത്.
ഇന്നത്തെ കാലത്ത് വെച്ചുകൊണ്ടാണ് വായിക്കുന്നത്. അത് കവിതയുടെ ഒരു കവിത കാലത്തോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് കവിതയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ അത് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് അതിൻ്റെ വലിയ ഓണർഷിപ്പ് ഒന്നും ഇതിലൊന്നും ഇല്ല. നമുക്ക് എൻ്റെ ഒരു അങ്ങനെയൊന്നും ഓണർഷിപ്പിനൊന്നും കാര്യമൊന്നുമില്ല ഇതിൽ. കാരണം സമൂഹത്തിൻ്റെ പല സമൂഹത്തിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും ഏതെങ്കിലും ആളുകളിലൂടെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഈ ചില ലൈറ്റ് ആയിട്ടുള്ള സോങ്ങുകൾ പറയുമ്പോൾ ശരത് സാറിന്റെ പാലപ്പൂ വിതളിൽ പറയും പോലെയാണ് നമ്മൾ നോക്കി 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 നിന്നു, കാത്ത് കാത്ത് കാത്തു നിന്നു, മന്ദാര പൂ വിരിയുന്നത് എങ്ങനെയാണെന്ന്, മന്ദാര പൂ വിരിയുന്നത് എപ്പോഴാണെന്ന്. അതിനകത്തൊരു വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നോക്കി നിൽക്കും പോലെ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പോയി നിന്നിട്ടാണ് അതിനെ വായിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ പൂവിനെ നോക്കി നിന്നത്, അതായത് വലുതായ ഒരു പെണ്ണായിട്ട് ഞാൻ സങ്കല്പിച്ചിട്ടില്ല. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആയിട്ട് കുട്ടിയായിട്ട് പോയി നിന്ന് നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാര പൂ വിരിയണത് എപ്പോഴാണെന്ന് എങ്ങനെയാണെന്നും നോക്കി നിന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ ഒരുപക്ഷെ സാർ എഴുതുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചിന്തിച്ചിട്ടുണ്ടാവുക. അല്ല, അത് അപ്പം അങ്ങനെ തന്നെ. അതായത് എനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ള കാര്യമാണ്. സയൻസിൻ്റെ ഒക്കെ ഭാഷയിൽ വേറെ ആയിരിക്കാം. എങ്ങനെയാണ് ഒരു പൂ ഇങ്ങനെ വിടർന്നു വരുന്നത് നമുക്ക് കാണാം. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആകെപ്പടി നിശാഗന്ധി വിടരുന്ന് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഉറക്കൊഴിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇതളുകൾ വിടുന്നത്. വേറൊരു പൂവും വിടുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ വിടർന്നിട്ടുണ്ടാവും. സന്ധ്യയ്ക്ക് ഒരു മൊട്ടായിരിക്കും, രാവിലെ അത് വിടർന്നിട്ടുണ്ടാവും. ഈ പ്രണയം എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെ എവിടെ ഏത് നിമിഷത്തിൽ സംഭവിക്കുന്നു എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു പരിചയം, ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു അടുപ്പം ഏതോ നിമിഷത്തിൽ പ്രണയമായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ ശ്രമിച്ചത്. ഈ വിദ്യാസാഗറിന്റെ പാട്ടിൽ ജോജിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ? നിലാമലരെ. നിലാമലരെ എന്നുള്ള പാട്ടാണ്. അതൊന്ന് രണ്ടുപേരും ചൊല്ലാവോ? നിമിഷ ശലഭമേ വരൂ വരൂ വരൂ, നിമിഷ ശലഭമേ മധുനുകരു ഇനി, ഉദയ കിരണമേ കനകമണിയു നീ, ജനലഴികളിൽ ഉരുകുമോ കിളി, ഒഴുകുമോ നദി, മറുവിലും ഇനി ഏതോ തെന്നൽ തേരിൽ മാറി പൂവും ചൂടി പോരു കാർമുകിലേ, നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി, സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ, കേടാതെ നാളമേ നാളമേ ആളൂ നീ, നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. സുഗന്ധം തീരല്ലേ മരന്തം മായല്ലേ എന്ന് പറയുമ്പോൾ ആ രാത്രി അത്രയും ഹാപ്പി ആയിരുന്നു എന്നാണ് സാർ ഉദ്ദേശിച്ചത്. അല്ല, അതിലെ കഥാപാത്രത്തിൽ ഒരു ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുള്ളൊരു, അവർക്ക് അവരുടെ ആയുഷ്കാലത്തിൻ്റെ ഇത് ഇങ്ങനെ വളരെ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിലിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ നിമിഷ ശലഭത്തിനും ഈ ഉള്ള സമയം എങ്ങനെ തീരല്ലേ എന്ന് പറയുന്നത് ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അതിൻ്റെ സംഗതി. അതിലെ ഒരു സുഹൃത്ത് വരികയും ആ സുഹൃത്തിൻ്റെ സ്നേഹം കൊണ്ട് ഇവരുടെ ആ രോഗാവസ്ഥയിൽ അവർ കുറേ കൂടി ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സംഗതിയാണ് അതിൽ. അതുകൊണ്ടാണ് അങ്ങനെ. വിദ്യാസാഗറിന്റെ വേറൊരു പാട്ടാണ് തൊട്ട് തൊട്ട് ഒന്ന് നോക്കാമോ. അത് ഭയങ്കര മലയാളം കൂടി ചേർന്ന്, അതെ അതെ, രണ്ടും കൂടെ ചേർന്ന് അതെ, ഭയങ്കര രസമുള്ള പാട്ട്. അത് അതിന്റെ ഒരു ക്യൂട്ട്നെസ് ഇല്ലേ, തൊട്ടാവാടിയെ തൊടുന്നതിന്റെ ഒരു സുഖവും അത് തൊടിയിൽ പോയവർക്കൊക്കെ ഫീൽ ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കാവ്യങ്ങളൊക്കെ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് പറിച്ചു നടുമ്പോൾ ഇപ്പോഴും നമ്മൾ ചില ബിംബങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പ്രകൃതിയുടെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ആധുനികതയെ കൂടെ അല്ലെങ്കിൽ ഈ കാലത്തെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് കവികൾ. പക്ഷെ അത്തരം ബിംബങ്ങൾക്ക് സന്നിവേശിപ്പിക്കാനുള്ള എന്താണ് നമ്മുടെ ഒരു തടസ്സം, ഇല്ലെങ്കിൽ സാറേ എന്താണ് ആളുകൾക്കത് കൺവേ ആവില്ലേ? എന്തുകൊണ്ടായിരിക്കും അത്തരം ബിംബങ്ങൾ? അല്ല, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടാവാടി എന്ന് പറയുന്നത് ഒരിക്കലും തോന്നുന്നു മനുഷ്യവർഗം ഉള്ളിടത്തോളം കാലം ആ ചെടിയൊക്കെ മറഞ്ഞു പോയി കഴിഞ്ഞാലും അങ്ങനെ ചെടി ഉള്ളതായിട്ട് അടയാളപ്പെടും. അങ്ങനെ ചെടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് ഏത് ആധുനിക ലോകത്ത് ജീവിക്കുകയാണെങ്കിലും തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു ചെടി ഉണ്ട് എന്നുള്ളത്
ഇപ്പോൾ നമുക്കിപ്പോൾ പിന്നെ സൗഗന്ധിക പുഷ്പമുണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ശരിക്കും ഇല്ലാത്തതാണല്ലോ, എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്, അത് സങ്കല്പത്തിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആധുനിക അല്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ പലപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് സിനിമ എടുക്കുന്നവരാണെങ്കിലും പാട്ട് എഴുതുന്നവരാണെങ്കിലും ഒക്കെ ഒരു ടീനേജ് പ്രായത്തിലുള്ള ആളുകൾ മാത്രമാണ് ഇതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന രീതിയിലാണ്. അങ്ങനല്ല. ഒരു വലിയ ലോകം എഴുതുമ്പോൾ റെസ്ട്രിക്ഷൻസ് മിക്കവാറും സിനിമ എടുക്കുന്ന ആളുകളുടെ മുഴുവൻ മനസ്സിലാകാം. അവരെപ്പോഴും ഈ +2 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സിനിമയും പാട്ടും ലോകമൊക്കെ ധരിച്ചു വശമായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയല്ല, അത് ഒരുപാട് ആളുകൾ പിന്നെ അവരും കൂടി ചേർന്നിട്ടാണ് ഈ ലോകമുള്ളത്. എല്ലാ തരത്തിലും പ്രായത്തിലും ഉള്ള ആളുകളുടെയും ലോകമാണിത്. ഒരുപക്ഷെ എണ്ണം നോക്കുമ്പോൾ ഈ കുട്ടികളെക്കാളും കൂടുതൽ പ്രായമുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ബിംബങ്ങളൊക്കെ തന്നെ പുതിയ തലമുറയിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. ആധുനികത കൊണ്ട് പഴയത് മുഴുവൻ വിച്ഛേദിച്ച് കളയലല്ലോ, അതിന് തുടർച്ചയാണത്. ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് മുന്നോട്ട് പോവാം. ഈ പാട്ട് എഴുതുമ്പോൾ ഒക്കെ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ, കാരണം ഇപ്പോൾ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമകളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, നഗര പശ്ചാത്തലങ്ങളിലുള്ളതാണ്. അപ്പോൾ അവിടെ അതിനനുസരിച്ച രീതിയിൽ ഉള്ള ബിംബങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് പുതിയ ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഉമ്മക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു, മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു, ഉറ്റവരൊക്കെയും പോയിരുന്നു, മുറ്റത്തു പണ്ടവൾ നട്ടൊരു ചമ്പകച്ചോടോളം അപ്പോൾ ഇരുട്ട് വന്നു. നോവിൻ പെരുമഴക്കാലം എന്ന് പ്രയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ നോവും കൂടെ അതിനകത്ത് സാറ് മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ട്. എൻ്റെ കുട്ടിക്കാലം ഒരു സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നില്ല, അതിൽ കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ കടന്നിട്ടുണ്ടാവും. സിനിമാ സംഗീതത്തിനകത്ത് ഇങ്ങനെ സങ്കല്പിക്കാനുള്ളൊരു സ്പേസ് വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി സിനിമാ ഗാനങ്ങൾക്ക് ഈ പഴയ കാലത്തെ പോലത്തെ ഒരു പ്രസക്തി ഇനി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തകഴി പറയാണ്, പക്ഷേ ഈ ചെമ്മീൻ കൊട്ടൻ്റെ തലേന്ന് ഇതേവരെ ഇറക്കാൻ പറ്റും. കാരണം എല്ലാവരും തകഴി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ മാത്രമാണ്. ചെമ്മീൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പുസ്തകമല്ല. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊരു മാത്രം വെറുതെ നനച്ചു പോയി. ഈ ഒരു ആശയം എല്ലാ മനുഷ്യൻ്റെ, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും. ഉണ്ട് അല്ലേ? അത് ONV അദ്ദേഹത്തിൻ്റെ സവിശേഷമായ രീതിയിൽ എഴുതി. അതിൽ വേറൊരാൾ എഴുതുമായിരുന്നു ONV എഴുതിയിട്ടില്ലെങ്കിൽ. ഈ കിഴക്ക് പൂക്കും കൽബിലെത്തി എന്നുള്ളതുണ്ട്. അത് വലിയൊരു ചിന്താ വിഷയമായിരുന്നു, തർക്ക വിഷയമായിരുന്നു. കൽബിലെത്തിയാണോ കൽബിലെത്തിയതാണോ? അപ്പോൾ അതും ഇതേപോലെ തന്നെ വേണമെങ്കിൽ പറയാം. കൽബിൽ തീയായിട്ട് മാറുമല്ലോ കുറച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ.